നിനക്കെന്നെ വിശ്വാസമില്ലേ ഹർഷേ? ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ 10 ദിവസം കൊണ്ട് നിന്നെ ഞാൻ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നടത്തിക്കും. ഇതെന്റെ വാക്കല്ല, സാക്ഷാൽ മാടങ്കണ്ടി ഗുരുക്കളുടെ വാക്കാ. നീ സംസാരിക്കാനും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ട് വേണം എനിക്ക് നിന്നെയും കൊണ്ട് മാടങ്കണ്ടി കാവിലൊന്ന് പോവാൻ. അതെന്റെ നേർച്ചയാ. ഒരിക്കൽ അദ്ദേഹം തന്നെയാ എനിക്ക് വെളിപാടുണ്ടാക്കി തന്നത്, കൂടെ നിന്ന മിത്രത്തെ കൈയൊഴിയരുതെന്ന്. അല്ല, അന്ന് അദ്ദേഹം ജപിച്ചു തന്ന ചരട് കെട്ടിയിട്ട് നിനക്ക് സുഖമില്ലേ ഹർഷേ? അല്ലേ? ആ അയ്യോ, അദ്ദേഹമാണ് ഇപ്പൊ എന്നെ പല ആപത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുപമയും ഭാനുമ്മയും കൂടി ഇന്ദ്രനെയും എന്നെയും തമ്മിൽ അകറ്റാൻ നല്ലൊരു പണി എനിക്ക് തരാൻ നോക്കി. പക്ഷെ ഞാൻ സ്വാമിയെ കാണാൻ പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതി. അയ്യോ, ഇപ്പൊ ഇന്ദ്രനെ എന്നോടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറി കാണണം. സ്വാമി നിന്റെ കാര്യം സ്വാമിയോട് സംസാരിച്ചോന്നോ? ആ പിന്നെ അതിനും കൂടി വേണ്ടിയല്ലേ ഞാൻ ഈ പോയത്. അത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം സ്വാമി ഇങ്ങോട്ട് ചോദിച്ചു. ആ വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. അങ്ങ് പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഹർഷയുമായിട്ട് അടുത്തത്. പക്ഷേ അവക്ക് വേണ്ടി എനിക്കൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല സ്വാമി. എനിക്ക് ഹർഷയെ സംസാരിപ്പിക്കണം, അവളെ എഴുന്നേൽപ്പിച്ച് നടത്തണം. ഓ, മാടങ്കടിയിലെ മൂർത്തികൾക്ക് അതിന് കഴിയില്ലേ സ്വാമി? കഴിയും. 10 ദിവസം കൊണ്ട് എല്ലാം സാധിച്ചു തരും. അതിന് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ, ചെയ്യാം. എന്തു വേണമെങ്കിലും ചെയ്യാം. ഹർഷയാണ് സ്വാമി എന്റെ ശക്തി. അവളെ എനിക്ക് തിരിച്ചു വേണം. മാടങ്കണ്ടിയിലെ മൂർത്തികൾക്ക് സ്വാമി മണിക്കൂറുകളോളം കർമ്മം നടത്തി ആവാഹിച്ചെടുത്ത നെയ്യും തൈലോ ഇത്. വിശ്വാസപൂർവം ഇന്നു മുതൽ ഈ നെയ്യ് സേവിക്കുകയും തൈലം പുരട്ടുകയും ചെയ്താ 10-ാം നാള് ഫലം കാണുമെന്ന് ഉറപ്പ് തന്നിരിക്കോ സ്വാമി. നിനക്കതിൽ വിശ്വാസം തോന്നുന്നില്ലേ ഹർഷേ? ആ, എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങിയാലോ? ചികിത്സ തുടങ്ങാൻ സ്വാമി പറഞ്ഞ നല്ല സമയം കണക്കാക്കിയാ ഞാനിപ്പോ വന്നത്. രവിയോ? ആ, രവി വന്നിട്ട് തുടങ്ങാമെന്നോ? ഓ, അവൻ വന്ന ചിലപ്പോ ഇത് മുടക്കും. നീ ഉടനെ എഴുന്നേറ്റ് നടക്കണമെന്നൊന്നും അവന് വലിയ താല്പര്യം കാണില്ല ഹർഷേ. രവിയെ ഇപ്പോഴും അനുപമയെ കാണാറുണ്ട്, പുറത്ത് വെച്ചാണെന്ന് മാത്രം. നീ ഇപ്പൊ തന്നെ തുടങ്ങിക്കോ ഹർഷേ. നിനക്ക് നിന്റെ ആരോഗ്യം മാത്രമല്ല തിരിച്ചു കിട്ടാൻ പോകുന്നത്, നിന്നെയും നിന്റെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും ഇതോടെ മാറിക്കിട്ടും. ആ, ആദ്യം മാടങ്കണ്ടി ഗുരുക്കളെയും മാടങ്കണ്ടി കാവും നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് ഈ ഔഷധ നെയ്യ് സേവിക്കാം. കുറച്ചുകൂടി കഴിക്കാം. അയ്യോ,
എന്താ സുശീല ഇത്? ഹർഷ കണ്ടമാനം മരുന്ന് കഴിക്കുന്ന സുശീലേ. അതിന്റെ കൂടെ നീ എന്തായി കൊടുക്കുന്നത്? ഓ, വിഷമൊന്നും അല്ല കുഞ്ഞമ്മേ, ഔഷധവാ. ഇത്രയും നാള് നിങ്ങൾ കൊടുത്ത മരുന്ന് കഴിച്ചിട്ട് ഹർഷയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ലല്ലോ. ഇതേ ദിവ്യൌഷധവാ. അതിന്റെ മാറ്റവേ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അറിയാൻ പറ്റും. ആ, ഞാനൊന്നങ്ങ് ചോദിച്ചെന്നേ ഓ, ഉള്ളൂ. ഇതൊക്കെ രവി സാർ അംഗീകരിക്കും എന്തോ. പിന്നെ ആ ആ പറഞ്ഞോളാം. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാനേ സുശീലയ്ക്ക് ചായയുമായി വന്നതാ. ഇതോടെ വെക്കട്ടെ സുശീലേ. വേണ്ട വേണ്ട, ഇതിനിടയിൽ ചായ ഒന്നും വേണ്ട. കുഞ്ഞുമേ തിരിച്ചു കൊണ്ടുപോയിക്കേ. ഞാനേ ഹർഷയ്ക്ക് തൈലം കൂടി പുരട്ടി കൊടുത്ത ശേഷം ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വരാം. അവിടെ ഒന്ന് കുടിച്ചോളാം. ശരി ശരി. മുറിവേദന ആളെ കൊല്ലൂന്ന് കേട്ടിട്ടുണ്ട്. ഓഫ്. അവരങ്ങനെ പലതും പറയും ഹർഷേ. നീ വേഗം സുഖം പ്രാപിച്ച കുഞ്ഞുമ്മയുടെ ജോലി പോവില്ലേ? അവരും രവിയെ പോലെ അനുപമയുടെ ആളാ. എല്ലാ കൂട്ടുകെട്ടും നമ്മൾ ഉടനെ പൊളിച്ചു കൊടുക്കും ഹർഷേ. ഇനി നമുക്ക് തൈലം പുരട്ടാം. ഈശ്വര.